പാർത്ഥിപൻ 15 വയസ്സ്, പിന്നെ അജയകുമാർ. ഹരിലാൽ PV 54 വയസ്സ്. 3 ബോഡി ഇവിടെ ഉണ്ട്. 3 ബോഡിയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചറുള്ള ആളാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയത്. പിന്നെ 2 കുട്ടികൾ മെഡിസിറ്റിയിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 2 കുട്ടികളുണ്ട് ഓൾറെഡി. അവർക്കുള്ള ഇഞ്ചുറീസ് ഇല്ല, അവർ കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട്. ഇത്രയാണ് അവസ്ഥ. 3 ബോഡി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ ബാക്കി നടപടികൾ ചെയ്തു. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഒരാൾക്ക് ഇവിടെ ഒരു ചെറിയൊരു മുറിവുണ്ട്, പിന്നെ തലയുടെ ഇവിടെ ഒരു ചെറിയൊരു തൊലി പോയിട്ടുണ്ട്. മറ്റേ ആൾക്ക് കാലിലൊരു ചെറിയ മുറിവുണ്ട്. അത്രേ ഉള്ളൂ. അവർ കുഴപ്പമില്ല. എല്ലാവരും ഉണ്ട്. പാരൻസൊക്കെ ഉണ്ട് അവിടെ ഉള്ളിലുണ്ട്. പാർത്ഥിപൻ, ഹരിലാൽ, അജയ്കുമാർ. സ്ഥിരീകരിച്ച 3 മരണങ്ങൾ പറയുകയായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ നിന്നും. ആ ഡോക്ടറാണെന്ന് തോന്നുന്നു. പാർത്ഥിപന് 16 വയസ്സ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അജയ്കുമാർ 40 വയസ്സ്. ഹരിലാൽ 54 വയസ്സ്, പാർത്ഥിപൻ 16 വയസ്സ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു. 3 മരണങ്ങൾ സ്ഥിരീകരിക്കുന്നു. താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണമാണ് കണ്ടത്. ബാക്കി അവിടെ ആ ഹോസ്പിറ്റലിൽ 2 കുട്ടികളുണ്ട്. അവർക്ക് പരിക്ക് പ്രശ്നമില്ല. അവരുടെ രക്ഷിതാക്കൾ കൂടെ ഉണ്ട്. പ്രശ്നമില്ല. അവരുടെ പരിക്ക് നിസ്സാരമാണ്. ബാക്കി ഒരാൾക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചറുള്ള ഒരാളെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഒരാളെ വേറെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, അപ്പോൾ ഈ മരിച്ച ഒരാൾ മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞുള്ളൂ, ഹരിലാൽ. ബാക്കി 2 പേരുടെ കൂടെ അപ്പോൾ അവിടെ ആരൊക്കെയാണ് തിരിച്ചറിയുകയാണല്ലേ ഷിജോ? ഹാഷ്മി, അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള മരണവാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വന്നത്. അതിൽ 3 പേർ മരിച്ചു. അതിനകത്ത് മരിച്ച 3 പേർ അജയ്കുമാർ, പാർത്ഥിപൻ, ഹരിലാൽ. ഈ 3 പേരുടെയും മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലുണ്ട്. ബാക്കി 2 കുട്ടികൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട്. അവർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. കാലിലും തലയിലുമൊക്കെ മുഖത്തുമൊക്കെ ആയിട്ട് ചെറിയ മുറിവുകൾ മാത്രമാണുള്ളത്. അവരുടെ നില സ്റ്റേബിളാണ് എന്നുള്ള കാര്യമാണ് ആശുപത്രി സൂപ്രണ്ട് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ബാക്കി 3 പേർ സ്പോട്ട് ഡെഡ് ആയിരുന്നു. ഈ അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരിച്ചു എന്നുള്ളത് തന്നെയാണ് ആശുപത്രി സൂപ്രണ്ടും സ്ഥിരീകരിക്കുന്നത്. അവരിവിടെ കൊണ്ടുവന്നപ്പോൾ അവരെ ഒരു തരത്തിലും രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ആയിരുന്നില്ല. ഇവിടെ ഇപ്പോൾ മറ്റ് ബന്ധപ്പെട്ട നാട്ടുകാരും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്ന ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരികയാണ്. നിലവിൽ 2 കുട്ടികൾ ഇവിടെ ചികിത്സയിലുണ്ട്. ബാക്കി 3 പേരെ 2 സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. 2 പേർ കൊല്ലം മെഡിസിറ്റിയിലും ഒരാൾ വെഞ്ഞാറമൂടിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. അങ്ങനെ നിലവിൽ ആ 3 പേർ മറ്റ് 2 സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. 2 പേർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. 3 പേരുടെ മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി അവരുടെ പേരുകൾ പറയാം. ഹരിലാൽ, അജയൻ, പാർത്ഥിപൻ. 2 മുതിർന്ന ആളുകളും ഒരു 16 വയസ്സുള്ള കുട്ടിയുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. എന്തായാലും അങ്ങേറ്റം ദാരുണമായിട്ടുള്ള അപകടം. ഇനിയിപ്പോൾ മറ്റ് രക്ഷാപ്രവർത്തനമൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളൊക്കെ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ആശുപത്രിയിൽ പൂർത്തിയാക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഉടൻ തന്നെ മൃതദേഹം കൊടുക്കാനുള്ള ക്രമീകരണം ചെയ്യും എന്നും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അല്പസമയം മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ബാക്കി ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് എത്രയും ആവശ്യമായ ചികിത്സ നൽകുക എന്നുള്ളതാണ്. അവർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. ഈ ചികിത്സയിലുള്ള 2 കുട്ടികൾക്ക് കാലിലും മുഖത്തുമൊക്കെ മാത്രമാണ് പരിക്കുള്ളത്. മറ്റു കാര്യങ്ങളായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ ഇത് അപകടം അറിഞ്ഞു വന്നതാണോ? അപകടം അറിഞ്ഞുകൊണ്ട് വന്നതാണ് ഞാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ ഓട്ടോ ഓടുന്നതാണ്. ഞാൻ അപകടം അറിഞ്ഞുകൊണ്ട് ലൈവ് കണ്ടുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഹാഷ്മി, ഇപ്പോൾ നമുക്ക് കുറേയധികം ആളുകളെയൊക്കെ ഇവിടെ കാണാം. നമുക്ക് ചില പ്രതികരണങ്ങളിൽ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ ആളുകൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഈ അപകടം അറിഞ്ഞ് കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടത്തിന് ദൃക്സാക്ഷികളായ ആളുകൾ കൂടി ഉണ്ട്. കാരണം പല ആളുകളും നാട്ടുകാരൊക്കെ ചേർന്നാണ് ഇവിടേക്ക് ഈ പറയുന്ന ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ചികിത്സയിലുള്ള 2 കുട്ടികളുടെ നില ഏറ്റവും ആശ്വാസകരമാണ് എന്നുള്ളത് തന്നെ. അവർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. അപ്പോഴും ദുഃഖവാർത്തയായിട്ട് 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു
സ്ഥിരീകരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ 3 പേരും മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്ത. രാവിലെ ഒന്നും അറിയാതെ വീട്ടിൽ നിന്നിറങ്ങി ജോലിക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ പോകുന്നതിനിടെ വണ്ടി കാത്തു നിൽക്കുന്നു, പെട്ടെന്നൊരു മരണം സംഭവിക്കുന്നു. അങ്ങനെ ഒരു തീർത്തും ദുഃഖകരമായിട്ടുള്ള ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. 3 പേരെയും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ടിപ്പർ ലോറി അപകടത്തിൽപ്പെടുന്നു, മതിലിടിഞ്ഞ് വീഴുന്നു. അങ്ങനെ തന്നെ ആ സ്പോട്ടിൽ 3 പേരും മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യം. അജയൻ, പാർത്ഥിബൻ, ഹരിലാൽ ഈ പറയുന്ന 3 പേരാണ് മരിച്ചത്. മറ്റ് 2 കുട്ടികൾ നിലവിലൂടെ ചികിത്സയിലുണ്ട്. അവർക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ അപകടം കണ്ട ആളാണോ? അല്ലല്ല, കണ്ടില്ല. ഇവിടെ വന്ന് ബോഡി കണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് 2 പേര്. ഇതിലൊരു അധ്യാപകൻ, ഞങ്ങളുടെ സ്പെൻസർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ അധ്യാപകനാണ്. അതുപോലെ തന്നെ മരിച്ച ഒരാൾ ഞങ്ങളുടെ ഒരു പേരൻ്റാണ്. 3-4 കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതെ അതെ, ഞങ്ങൾ ഹരിലാൽ ഞങ്ങളുടെ അധ്യാപകനാണ്. 10-20 വർഷമായിട്ട് ഞങ്ങളുടെ സ്പെൻസർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ആളാണ്. ഡെയിലി പുള്ളി ഇങ്ങനെ പോയി വരുന്ന ആളാണ്. ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മറ്റേ അജയൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പേരൻ്റാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ഉപജീവനം ട്യൂഷനാണ്. അപ്പോൾ ദീർഘവർഷം കൊണ്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകനാണ്. ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ്? പശ്ചാത്തലം, ഇദ്ദേഹം ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളാണ്. സാധാരണക്കാരാണ്. വീട് അദ്ദേഹത്തിൻ്റെ കോടവട്ടൂർ. ഹരിലാലിന്റെ കാര്യമാണ് ചേട്ടൻ പറയുന്നത്. നീലേശ്വര സ്വദേശിയാണ്. 3 പേര് മരിച്ച 3 പേരിൽ ഒരാളുടെ പേരാണ് ഹരിലാൽ. ദീർഘനാൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. 54 വയസ്സുണ്ട് ഹരിലാലിന്. പിന്നെ അജയൻ KSRTC മെക്കാനിക്കാണ് മരിച്ച ഒരാൾ. പിന്നീട് പാർത്ഥിബ് പ്രദീപ് എന്നാണ് പേര്. കാർമൽ സ്കൂളിലെ 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നു. ബാക്കി കുട്ടികൾ കുറച്ച് പേർക്ക് താലൂക്ക് ആശുപത്രിയിലുള്ള 1-2 പേർക്ക് ടിപ്പർ ഡ്രൈവർക്കടക്കം നിസാര പരിക്കേ ഉള്ളൂ. ടിപ്പർ ഡ്രൈവർ ഉള്ളത് നിസാമാണെന്ന് പേര്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നു. മെഡിസിറ്റിയിലുള്ള കുട്ടികളുടെയും താലൂക്ക് ആശുപത്രിയിലുള്ള കുട്ടികളുടെയും ഒക്കെ ഇവർക്കുള്ളത് നിസാര പരിക്കാണ് ഉള്ളത്. മെഡിസിറ്റിയിലുള്ള കുട്ടികൾക്കാണ് ഇന്ന് ഈ മൾട്ടിപ്പിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞത് അവിടുത്തെ കുട്ടികൾക്കാണോ എന്ന കാര്യം അറിയില്ല. എന്തായാലും പരിക്കുള്ള എവിടെയോ ഉള്ള ഒരാളുടെ പരിക്കാണ് അല്പമെങ്കിലും പ്രശ്നമുള്ള പരിക്ക്. ബാക്കിയുള്ളവർ പരിക്ക് അത്ര പ്രശ്നമല്ല എന്നാണ് നേരത്തെ പറയാൻ കഴിയുന്നത്. എന്തായാലും ഉണ്ടായതൊരു വലിയ മാരകമായ ദുരന്തമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. നേരത്തെ PC വിശ്വനാഥും മന്ത്രി ബിന്ദു കൃഷ്ണനും ഒക്കെ പറഞ്ഞതുപോലെ അതൊരു പക്ഷേ ഈ സമയം സംസാരിക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞാൽ പോലും സ്കൂൾ കുട്ടികളുടെ സമയത്ത് ഇത്തരത്തിലുള്ള ടിപ്പർ ലോറികളുടെ അമിത വേഗത, ഇപ്പോൾ കളക്ടർ അമിത വേഗതയാണെന്ന് സ്ഥിരീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അവർക്കത് ഒഫീഷ്യലി പറയണമെങ്കിൽ പരിശോധന പൂർത്തിയാവണം. അതുകൊണ്ടാണത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞത് ടിപ്പറിൻ്റെ അമിത വേഗത അപകട കാരണമായി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിസാം ചികിത്സയിലാണല്ലോ. അപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് നിസാമിനോട് ചോദിച്ചറിയാൻ കഴിയും. ഈ പറയുന്ന ആ ബുള്ളറ്റിനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി വെട്ടിച്ചതാണ്. പക്ഷേ ബുള്ളറ്റ് ഇടിച്ചു. ആ ബുള്ളറ്റ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അവിടെ കാണുന്നതെന്ന് തോന്നുന്നു. ബുള്ളറ്റിനെയും ഇടിച്ചിട്ടുണ്ട്, വെട്ടിച്ചത്. എന്തായാലും അത് മറിഞ്ഞു. ഒരു മതിൽ ഇടിച്ച് പൊളിച്ചു. ആ മതിലിലെ പാറക്കല്ലൊക്കെ വീണുന്ന അപകടത്തിൻ്റെ ആഘാതം കൂട്ടി. പാർത്ഥിബ് പ്രദീപ് എന്ന 10ാം ക്ലാസ്സുകാരൻ വിദ്യാർത്ഥി അടക്കം 3 മരണമാണ് അവിടെ ഉണ്ടായിരിക്കുന്ന. സംഭവ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ സൂര്യഗായത്രി ഉണ്ടെന്ന് തോന്നുന്നു. സൂര്യ, അവിടുത്തെ രക്ഷാദൗത്യം ഓൾമോസ്റ്റ് പൂർത്തിയായെന്ന് തോന്നുന്നു അല്ലേ? ഹാഷ്മി, പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഈ അപകടത്തിൽപ്പെട്ടവരുടെയും മരിച്ചവരുടെയും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 3 പേരാണ് മരിച്ചത്. നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. അതിൽ KSRTC മെക്കാനിക്കായിട്ടുള്ള അജയൻ, അതുപോലെ തന്നെ കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള പാർത്ഥിബ് പ്രദീപ്, നീലേശ്വരം സ്വദേശിയായിട്ടുള്ള ഹരിലാൽ. ഈ 3 പേരാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് മരണം സംഭവിച്ചിരിക്കുന്നത് അവർക്കാണ്. കൂടാതെ ഈ 8 പേരെയാണ് ഈ മണ്ണിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 3 പേർക്ക് മരണം സംഭവിച്ചു. ബാക്കിയുള്ളവർക്ക് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഋഷഭ് ബോബൻ, അതുപോലെ തന്നെ പരിക്ക് പറ്റിയവരുടെ പേര് പറയണോ സൂര്യ? പരിക്ക് പറ്റിയവരുടെ പേര് പറയണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇക്കാര്യത്തിൽ. എന്തായാലും ആ പരിക്ക് പറ്റിയവരിൽ ഒരാളുടെ പരിക്കാണ് ഗുരുതരം. ബാക്കിയുള്ളവർ പരിക്ക് നിസ്സാരമാണെന്ന് തോന്നുന്നു അല്ലേ സൂര്യ? ഹാഷ്മി, 2 കുട്ടികൾ അവരുടെ മെഡിസിറ്റിയിലാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ പരിക്കുകൾ സാരമായിട്ടുള്ളതാണെന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ടിപ്പർ ഡ്രൈവർക്കും സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. മറ്റ് 2 പേർക്ക് നിസാര പരിക്കുകൾ മാത്രമാണുള്ളത്. അവരെ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. 8 പേരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
ഇപ്പോൾ മണ്ണ് മാറ്റുന്ന പ്രവർത്തികൾ മാറ്റിയിട്ടുണ്ട്. ഇനി ആരും തന്നെ മണ്ണിനടിയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പോലീസും മറ്റ് രക്ഷാപ്രവർത്തന നേതൃത്വം നൽകുന്നവരും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് മണ്ണ് മാറ്റുന്ന പ്രവൃത്തി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി മണ്ണിനടിയിൽ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ അപകടത്തിൽപ്പെട്ട ആരുടെയോ ശരീരഭാഗം മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 8 പേരെ കണ്ടെടുത്തതിനു ശേഷവും ഈ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി ഇവിടെ തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ മണ്ണ് റോഡിൽ നിന്നും മാറ്റിയിടുന്ന ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി ആരും മണ്ണിനടിയിൽ അകപ്പെടാനുള്ള സാധ്യതയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ അപകടം തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. വലിയ തിരക്ക് സാധാരണഗതിയിൽ അനുഭവപ്പെടാത്ത പ്രദേശമാണ് എന്നുള്ളതാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഒരു പ്രവൃത്തി ദിവസമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു, മറ്റ് ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന വ്യക്തികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് ഇടയിലേക്കാണ് ഇത്തരത്തിൽ ടിപ്പർ ലോറി പാഞ്ഞു കയറി അപകടം ഉണ്ടായത്. ഈ ഇവിടെ നിന്ന മതിൽ ഇടിച്ച് തകർത്താണ് അപകടമുണ്ടായത്. അതുകൂടിയാണ് ഈ അപകടത്തിൽ വ്യാപ്തി വർദ്ധിപ്പിച്ചതും കൂടുതൽ പേർ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതുമൊക്കെ തന്നെ. തൊട്ടടുത്തൊരു ഇറക്കമുണ്ട്. ആ റോഡിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു ടിപ്പർ ലോറി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഇറങ്ങി ടിപ്പർ ലോറി വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു ബുള്ളറ്റ് കയറുന്നു. ആ ബുള്ളറ്റിൽ ഇടിക്കാതിരിക്കാൻ ടിപ്പർ ലോറി വെട്ടിച്ച് ഈ ഭാഗത്തേക്ക് പോയതാണ്. അവിടെ കൂടി നിന്നവർക്കിടയിലേക്ക് അത് ടിപ്പർ ലോറി മറിയാൻ ഒരു സാഹചര്യം ഒരുക്കിയതെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ ബുള്ളറ്റ് ഡ്രൈവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരുടെ ലിസ്റ്റിൽ ബുള്ളറ്റ് ഡ്രൈവറുമുണ്ട്. അദ്ദേഹത്തിനും സാരമായിട്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. പോലീസിന്റെ വിവരം അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തെയും ഈ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ടിപ്പർ ലോറി ഡ്രൈവർ നിസാം, ആ ടിപ്പർ ലോറിയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ നന്നായി ഇടിച്ച് പൊളിഞ്ഞിട്ടുണ്ട്, വണ്ടി മറിഞ്ഞാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ മൊഴി ഏറ്റവും പ്രധാനമാണല്ലോ. അപ്പോൾ ഈ നിസാമിന്റെ പരിക്ക് എങ്ങനെയുണ്ട് എന്ന കാര്യം അറിവുണ്ടോ സൂര്യ? ഹാഷ്മി, നിസാമിന്റെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മെഡിക്കൽ കോളേജിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത്. അത് ഗുരുതരമായിട്ട് പരിക്കേറ്റത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് മാറ്റേണ്ടി വന്നത്. ഇപ്പോൾ ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാൾ പ്രതികരിക്കുകയാണ്. പിടിച്ചിട്ട് കിട്ടാൻ ഞാൻ എന്താ നല്ല സ്പീഡിന് വന്നതായിരുന്നു. ഇവിടെ വന്ന് ആ പിള്ളേർ ദേഹത്തോട്ട് അങ്ങ് ഇടിച്ച് വീഴുമായിരുന്നു. അവിടെ നിന്നങ്ങ് ഉണ്ടായിരുന്നൊരു ബുള്ളറ്റും കൂടെ വരുന്നുണ്ടായിരുന്നു. എവിടുന്നാന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല ഏത് വഴിയാണ്. അവിടെ 10-12 പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് അവരെയും ഇടിച്ചെത്തി. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് 2-3 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ അവരെയും കൂടെ പെട്ടെന്ന് വലിച്ചെടുത്തുകൊണ്ട് അങ്ങ് പോയി. അങ്ങനെ ഞാനും ആ പിള്ളേരും കൂടെ അങ്ങ് രക്ഷപ്പെട്ടു. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വന്ന് ആ ടിപ്പർ വന്നങ്ങ് ഇടിച്ച് ആ മണ്ണെല്ലാം കൂടെ അവരുടെ ദേഹത്തായിപ്പോയി. ആ യാത്ര വന്ന കടയായിരുന്നു. അതൊരു സാറങ്ങാണ്ടാന്നാ പറയുന്നത്. ഇല്ല, അവരെല്ലാവരെയും കൊണ്ട് കുറേ പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറയുന്നു. NS-ലും പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയെന്ന് പറയുന്നു. ആ ഭാഗത്തു നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. നല്ല അമ്പലപ്പുറം ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്ന് വളച്ചെടുത്തുകൊണ്ട് പോവുമായിരുന്നു. അപ്പോഴാണ് ബാലൻസ് തെറ്റി അത് മറിയുമായിരുന്നു ആ വണ്ടി. വളച്ച് നല്ല വേഗത്തിലായിരുന്നു വന്നത് ടിപ്പർ. ഇവിടെ 10-12 പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇവിടെ വണ്ടി 7-10 വണ്ടിയുണ്ട്. അതിനകത്ത് പോകുന്ന പിള്ളേരായിരുന്നു ഇവിടെ. ആ വണ്ടി വരുന്നതിന് 2 മിനിറ്റ് മുന്നായിരുന്നു ഈ ആക്സിഡന്റ് നടക്കുന്നത്. 7-8 അത് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇല്ല തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ഹോട്ടൽ തുറന്നിട്ടുണ്ടായിരുന്നു, അതേ ഉള്ളായിരുന്നു. വേറെ അധികം തുറന്നിട്ടില്ലായിരുന്നു. 7:10 വരുന്ന ഒരു ബസ് കാത്തു നിന്ന ആൾക്കാർക്കിടയിൽ അന്ന് അവിടെ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ആ സംസാരിച്ചത്. അതിവേഗതയിലായിരുന്നു, അമിത വേഗതയിലായിരുന്നു ടിപ്പർ ലോറി എന്ന കുട്ടി പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന 2-3 കുട്ടികളെ കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് മാറ്റി രക്ഷപ്പെട്ടു. പക്ഷേ ബാക്കി കുട്ടികളുടെ മുകളിലേക്ക് മണ്ണ് വീണ കാര്യമൊക്കെ ആ സമയത്തുണ്ടായിരുന്ന കുട്ടി പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ ബുള്ളറ്റിൽ വന്ന ആളൊരു അധ്യാപകനാണെന്ന് പറയുമ്പോൾ മരിച്ച 84 വയസ്സുള്ള ആൾ ആ ബുള്ളറ്റിലുണ്ടായിരുന്ന ആളാണോ എന്നൊരു സംശയം ഉണ്ടാവുന്നു. എന്തായാലും മൊത്തം 3 മരണം. ഹരിലാൽ, അതാണ് ഈ പറഞ്ഞ അധ്യാപകൻ,
അജയകുമാർ അജയൻ, നേരത്തെ അവിടെ നിന്നൊരു ചേട്ടൻ പറഞ്ഞായിരുന്നു അജയൻ എന്നൊരു പേര് പറഞ്ഞു കേട്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെടുന്നു. അജയകുമാർ പ്രദേശവാസിയാണ്. പിന്നെ പാർത്ഥിബ് പ്രദീപ് എന്ന് പറഞ്ഞ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി. 3 മരണമാണ് ഇതിനോടകം സ്ഥിരീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.